ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അധ്യായം 5. കഥകളി. പുലയാട്ട് വിളികേട്ട് മലയാളക്കരയ്ക്ക് ഉണരേണ്ടി വന്ന കാലഘട്ടമായിരുന്നു അത്. ആ മലയാളക്കരയ്ക്ക് കേളീരവം കേട്ടുണരുവാനുള്ള സൗഭാഗ്യം നൽകിയ ചരിത്ര പുരുഷനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നഷ്ടപ്പെട്ട മനുഷ്യാവകാശങ്ങൾ വീണ്ടെടുക്കുവാൻ ക്ഷേത്ര സ്ഥാപനത്തിന് ശേഷം കഥകളി യോഗങ്ങൾ സംഘടിപ്പിക്കുവാനായിരുന്നു വേലായുധ പണിക്കർ തിരഞ്ഞെടുത്ത മറ്റൊരു മാർഗം. രണ്ടിനും അദ്ദേഹം മഹാരാജാവിൻ്റെയോ ദിവാന്റെയോ പേഷ്കാരുടെയോ അനുവാദത്തിന് അപേക്ഷിച്ചില്ല. ഇതൊരു ധിക്കാരമല്ലേ എന്ന് ചോദിച്ചാൽ വേലായുധ പണിക്കർ കരുത്തുള്ള ധിക്കാരിയായിരുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോവുക എന്ന് നൽകിയതും താക്കീതും ഒരു വലിയ ധിക്കാരമായിരുന്നു. ഭഗത് സിംഗും രാജ്ഗുരുവും ധിക്കാരികളായിരുന്നു. പുലയരുടെ തലയിൽ കിരീടം വെച്ച് കഥകളി ആടിച്ച വേലായുധ പണിക്കർ അതുല്യനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. വേലായുധ പണിക്കരാണോ ആദ്യം കഥകളി യോഗം സംഘടിപ്പിച്ച ഈഴവൻ? അല്ല. അതിനു മുമ്പ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ആർപ്പൂക്കരയിലെ ചാക്കാശ്ശേരി എന്ന ഈഴവത്തറവാട്ടിലെ ഇട്ടിരവി പണിക്കർ ഒരു കഥകളി യോഗം 1855 തുടങ്ങി. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് കച്ചകെട്ടും ചൊല്ലിയാട്ടവും കഴിഞ്ഞു. പക്ഷേ സവർണറുടെ എതിർപ്പ് മൂലം അരങ്ങേറ്റം നടത്താൻ സാധിച്ചില്ല. സവർണർ സർക്കാരിൽ നിന്നും നിരോധനാജ്ഞ കൊണ്ടുവന്നു. അരങ്ങേറ്റത്തിന് മാത്രം മുമ്പുള്ള പരിശീലനം ദിവസങ്ങളോളം നടന്നു. അരങ്ങേറ്റം മാത്രം അരങ്ങേറാൻ കഴിഞ്ഞില്ല. ആ രംഗം ഇതിഹാസം ഉറങ്ങുന്ന തീരങ്ങൾ എന്ന ചരിത്ര നോവലിൽ ഇങ്ങനെ ചിത്രീകരിക്കപ്പെട്ടു. ചാക്കാശ്ശേരി ഇട്ടിരവി പണിക്കർ ഇടയ്ക്കാട്ടു ക്ഷേത്രത്തിലെ കഥകളി യോഗത്തിന്റെ പരിശീലനം മംഗലത്ത് കല്ലശ്ശേരി കളരിയിലെ ഊഞ്ഞാലിൽ കട്ടിലിരുന്ന് കണ്ടു. തന്റെ തകർന്നുപോയ സ്വപ്നം ദീപങ്ങളിൽ അദ്ദേഹം ജീവൻ തേടുന്നത് ഇട്ടിരവി കണ്ടു. കഴിഞ്ഞുപോയ സംഭവം ഒരു മിന്നൽ പിണർ പോലെ മനസ്സിൽ തെളിഞ്ഞു. സന്ധ്യയ്ക്ക് ചാക്കാശ്ശേരിയിൽ നിന്നും കേളീരവം ഉയർന്നു. അരങ്ങേറ്റത്തിന് അധിക ദിവസം ഇല്ലായിരുന്നു. എങ്കിലും കളരിയും പരിസരവും നിറയെ ആളുകളായിരുന്നു. ഏതു മനക്കിലെ കഥകളി യോഗത്തെയും വെല്ലുവിളിക്കാനുള്ള വൈഭവം പുതിയ നടന്മാരുടെ കണ്ണുകളിലും കൈവിരലുകളിലും പ്രത്യക്ഷമായി. സിദ്ധിയും സാധനയും ഒത്തുചേർന്നു. ഗണപതിക്കൊട്ടിന്റെ ശുദ്ധമദ്ദളം ഉണർന്നു. മേളപ്പദങ്ങൾ ഉണർന്നു. ഹൃദ്യമായ മേളപ്പദങ്ങൾ ഇട്ടിരവിയെ ചിന്തയിൽ നിന്നും ഉണർത്തി. ഇടയ്ക്കാട്ട് കഥകളി യോഗത്തിന് മംഗളം നേരണമെന്ന് അയാൾ ശിവമൂർത്തിയോട് പ്രാർത്ഥിച്ചു. ചെണ്ടയും മദ്ദളവും ചേങ്ങിലയും പൊടിപൊടിച്ചു. അരങ്ങുണർന്നു. അപ്പോൾ ചാക്കാശ്ശേരിയിലെ ഗ്രഹണപ്പെട്ടുപോയ അരങ്ങേറ്റത്തിന്റെ രംഗങ്ങൾ ഇട്ടിരവിയുടെ ഓർമ്മയിൽ നിറഞ്ഞു. അവസാനത്തെ ദിവസം ചെണ്ടയും മദ്ദളവും ഇലത്താളവും ചേങ്ങിലയും ഉണർന്നു. അപ്പോൾ അകലെ നിന്നും ചെണ്ടയും മദ്ദളവും പൊടി പാറിച്ചു വന്നു. എല്ലാവരും ശ്വാസം അടക്കി. അത് കേട്ട് 100 ചെണ്ടകൾ ഡ്രും അമ്പമ്പട ഡ്രും അമ്പമ്പട മുഴക്കി അരങ്ങ് നിശബ്ദമാക്കി. കലാപ്രേമികൾ അടുത്തു വരുന്ന ചെവി പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു. ചലനം അറ്റുനിന്നു. ചെണ്ടകൾ തകർത്തു. അച്ചിക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും കള്ളുറങ്ങട്ടെ കള്ളുറങ്ങട്ടെ, കൊട്ടികളെ കൊട്ടികളെ കൊട്ടിക്കൊട്ടി കള്ളുറങ്ങട്ടെ കള്ളൂറട്ടെ. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കോട്ടയം താലൂക്കിൽ ആർപ്പൂക്കര ദേശത്ത് ചാക്കാശ്ശേരി എന്ന ഒരു ഈഴവ കുടുംബമുണ്ട്. പുരാതന കാലത്ത് വളരെ പ്രശസ്തി ആർജിച്ച ഒരു കുടുംബമാണിത്. AD 1754 ആണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ സേന അമ്പലപ്പുഴ രാജ്യം പിടിച്ചടക്കി. തിരുവിതാംകൂറിനോട് ചേർക്കുന്നതുവരെ ചാക്കാശ്ശേരിയുടെ പൂർവികന്മാർ അമ്പലപ്പുഴ രാജാക്കന്മാരുടെ സേനാനായകന്മാരും ഉപദേഷ്ടാക്കളുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 500 ഏക്കറോളം വിസ്തീർണം വരുന്ന ആർപ്പൂക്കരയിലെ പണിക്കർക്കുന്ന് എന്ന സ്ഥലത്തിന്റെ ജന്മാവകാശം 19-ാം ശതകത്തിന്റെ അവസാന ദശകത്തിലും ഈ തറവാട്ടുകാർക്കായിരുന്നു. ഈ പണിക്കർക്കുന്നിന്റെ പകുതിയോളം വരുന്ന സ്ഥലമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്രകാരം പ്രതാപത്തിലും സമ്പത്തിലും മുൻപന്തിയിൽ നിന്ന ഈ തറവാട്ടിലെ കാരണവരായ ഇട്ടിരവി പണിക്കർ AD 1855 ആണ്ടോടടുപ്പിച്ച് കുറെ ഈഴവരെ ചേർത്തു. സ്വന്തമായി ഒരു കഥകളി യോഗം ഉണ്ടാക്കി. കച്ചകെട്ടും ചൊല്ലിയാട്ടവും കഴിച്ചു. കഥകളി കോപ്പുകളെല്ലാം തയ്യാറാക്കിയെങ്കിലും മുഷ്കന്മാരായ സവർണറുടെ എതിർപ്പ് കൊണ്ട് അരങ്ങേറ്റം പോലും നടത്താൻ സാധിച്ചില്ല. സവർണർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പിൻബലമുണ്ടായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ജാതി ഹിന്ദുക്കൾ മാത്രമായിരുന്നു. കൂത്തും കൂടിയാട്ടവും പോലെ കഥകളിയും
സവർണർക്ക് മാത്രമുള്ള ഒരു ക്ഷേത്രകലയായിരുന്നു. ആട്ടക്കഥകൾ ഹിന്ദു പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളവയും അവയിലെ പാത്രങ്ങൾ പുരാണ പ്രസിദ്ധിയുള്ള ദേവന്മാരും അസുരന്മാരും രാജാക്കന്മാരും മറ്റുമാണ്. അവരുടെ വേഷം കെട്ടിയാടാൻ അവർണനും തീണ്ടൽ ജാതിക്കാരനുമായ ഈഴവന് അവകാശമില്ലെന്നും അങ്ങനെ ആടുന്നത് ജാതി ഹിന്ദുക്കൾക്ക് അപമാനകരമാണെന്നും പറഞ്ഞാണ് എതിർത്തത്. ഈഴവന് ആട്ടക്കഥ വായിക്കാം, അതിലെ സാഹിത്യരസം ആസ്വദിക്കാം, എന്നാൽ അതിലെ കഥാപാത്രങ്ങളുടെ വേഷം ചമഞ്ഞ് വെറും വിനോദത്തിനായി പോലും അഭിനയിച്ചുകൂടാ. അതായിരുന്നു സവർണർ വിധിച്ച അന്നത്തെ ഹൈന്ദവരുടെ ആചാരക്രമം. 1754 മാർത്താണ്ഡവർമ്മയെ ചെമ്പകശ്ശേരി അഥവാ അമ്പലപ്പുഴ രാജ്യം കീഴടക്കുന്നതുവരെ ചാക്കാശ്ശേരി എന്ന ധനാട്യ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ചെമ്പകശ്ശേരി രാജാവിന്റെ ഉപദേഷ്ടാക്കളും പടനായകന്മാരും. അങ്ങനെ പ്രതാപ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ചാക്കാശ്ശേരി കുടുംബത്തിന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സൈന്യത്തിൽ ചേരാനോ കഥകളി യോഗം നടത്തുവാനോ അവകാശം ഇല്ലാതായി. ചീരപ്പഞ്ചിറ തറവാട്ടിലും അതുതന്നെ സംഭവിച്ചു. അമ്പലപ്പുഴയിലെ അമ്പനാട്ട് തറവാട്ടുകാരുടെ ഗതി അതായിരുന്നു. എന്തൊരു ഹീനമായ സാമൂഹിക സാമ്പത്തിക അട്ടിമറിയാണ് ദിവാൻ രാമയ്യൻ ദളവയുടെ കാലത്തെ ഭരണകാലം മുതൽ ആരംഭിച്ചത്. 1901 എടുത്ത സെൻസസ് റിപ്പോർട്ടിന്റെ 279 പുറത്ത് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: മധ്യമകാലങ്ങളിൽ തിരുവിതാംകോട്ടുണ്ടായിരുന്ന അനേകം ഇടപ്രഭുക്കന്മാരുടെ സൈന്യങ്ങളിൽ നായന്മാരോടൊന്നിച്ച് ഈഴവന്മാരെയും ഭടന്മാരായി നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇടപ്രഭുക്കന്മാരിൽ പ്രമാണി അമ്പലപ്പുഴ രാജാവായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് JC വിസച്ചർ എഴുതിയിട്ടുള്ള ഒരു വിവരണത്തിൽ ആ രാജാവിന്റെ സൈന്യം നായന്മാർ അധികം ഉണ്ടായിരുന്നില്ലെന്നും അവർക്ക് പകരം ചോവന്മാരാണ് ഉണ്ടായിരുന്നതെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. 973 നാടു നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസിന്റെ കാലത്തുകൂടിയും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളിൽ ധാരാളം ചോവന്മാരുണ്ടായിരുന്നുവെന്നും സാധാരണമായി സൂക്ഷ്മകാര്യങ്ങളെ തന്നെ പ്രസ്താവിക്കാറുള്ള പ്രയർ ബർത്തലോമിയോ എഴുതിയിരിക്കുന്നു. സൈനിക വൃത്തിയിൽ പ്രശസ്തി സമ്പാദിച്ചിട്ടുള്ള അദ്ദേഹം അനേകം ഈഴവ കുടുംബങ്ങൾ ഇപ്പോഴും തിരുവിതാംകൂറിന്റെ നാനാഭാഗത്തും ഉണ്ട്. ഇനി ക്ഷേത്രകലകളുടെ ചരിത്രത്തിലൂടെ ഒരു വിഗഹ വീക്ഷണം നടത്താം. ബുദ്ധമതം കേരളത്തിൽ തച്ചുടയ്ക്കപ്പെട്ടത് വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഒഴുക്കിലായിരുന്നു. ആ പ്രവാഹം 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 17-ാം നൂറ്റാണ്ടിലൂടെ കടന്ന് 18-ാം നൂറ്റാണ്ടിൽ ശക്തമായി തീർന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് 16-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിലും 17-ാം ശതകത്തിന്റെ ആദ്യ ഭാഗത്തുമാണ്. അപ്പോൾ അധ്യാത്മരാമായണം രചിക്കപ്പെട്ടത് 17-ാം ശതകത്തിലായിരിക്കണം. ഭക്തിപ്രസ്ഥാനത്തിലൂടെ മനുഷ്യരെ ബ്രെയിൻ വാഷ് നടത്തിയ മറ്റൊരു മഹാകവിയായിരുന്നു പൂന്താനം നമ്പൂതിരി. 15-ാം ശതകത്തിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഭക്തി നദിയുടെ പ്രഭവസ്ഥാനമായി മാറിയിരുന്നു. ഭക്തിപ്രവാഹത്തിന് തിരിനാളമായി കലകൾ പിറന്നു വീണു. മതപ്രചരണമായിരുന്നു കലകളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടുകൂടി ക്ഷേത്രകലകളായി രൂപപ്പെടുത്തിയവയാണ് ചാക്യാർകൂത്ത്, പാടകം പറച്ചിൽ, ഹരികഥ, കൂടിയാട്ടം, രാമനാട്ടം, കൃഷ്ണനാട്ടം, ദാസ്യാട്ടം മുതലായവ. എല്ലാം ശൃംഗാര രംഗങ്ങളിൽ കുതിർന്നവയും. ശ്രീകൃഷ്ണന്റെ കഥയാണ് കൃഷ്ണനാട്ടത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കോഴിക്കോട്ട് മാനവവേദൻ സാമൂതിരി കൃഷ്ണനാട്ടം രചിച്ചു. ഇതിന്റെ രംഗാവിഷ്കരണത്തിന് നമ്പൂതിരിമാരെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. അത് ഗുരുവായൂർ ക്ഷേത്രനടയിലും സാമൂതിരിയുടെ കോവിലകത്തും മാത്രമായി ഒതുങ്ങി നിന്നു. മറ്റ് ജാതിക്കാർക്ക് കൃഷ്ണനാട്ടം കാണുവാൻ അനുവാദമില്ലായിരുന്നു. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന് വേഗത പകർന്നുകൊണ്ട് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം രചിച്ചു. ശ്രീരാമകഥ, ശുദ്ധ മണിപ്രവാള ഭാഷ. രാമനാട്ടവും ആടാൻ തുടങ്ങി. നടന്മാർ പദങ്ങൾ പറഞ്ഞ് പാടിക്കൊണ്ട് രാമനാട്ടം നടത്തി. വ്യക്തിത്വമുള്ള സാഹിത്യ രൂപമെന്ന നിലയിൽ ആട്ടക്കഥ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ണായി വാര്യർ, കാർത്തിക തിരുനാൾ അഥവാ ധർമ്മരാജ, അശ്വതി തിരുനാൾ എന്നിവരുടെ സംഭാവനകളാൽ കൂടുതൽ പരിപുഷ്ടമായി. ഉണ്ണായി വാര്യരുടെ നളചരിതം മലയാളത്തിലെ അതുല്യമായ കലാസൃഷ്ടിയാണ്. കഥകളി കൊട്ടാരം തമ്പുരാന്മാരുടെയും ബ്രാഹ്മണ ജന്മിമാരുടെയും പരിലാളനത്തിൽ അമർന്നിരുന്നു. അത് ക്ഷേത്രകലയായി വളർന്നു. നായന്മാർക്ക് കഥകളിയാടാൻ അനുവാദമില്ലായിരുന്നു. പിൽക്കാലത്ത് അവർക്ക് കരിവേഷം കൽപ്പിച്ചനുവദിച്ചു. ബ്രാഹ്മണന്റെ പാദസ്പർശത്താൽ പാതാളത്തിലേക്ക് പോകുവാൻ അത് ധാരാളം മതിയായിരുന്നു. കൃഷിക്കാരുടെയും ഇടയന്മാരുടെയും ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച
ഗോകുലം ഗോപാലകൃഷ്ണനെ ഹൈന്ദവവൽക്കരിച്ചെടുത്ത് ദശാവതാരത്തിൽ കയറ്റിയിരുന്നു. കൃഷ്ണന്റെ വേഷം കെട്ടിയാടാൻ ക്ഷത്രിയനും നമ്പൂതിരിക്കും മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണന്റെ കിരീടം പുലയരുടെ തലയിൽ കൂടി വെച്ച് ആടിക്കാനും കൂടിയാണ് ആറാട്ടുപുഴ കഥകളി യോഗം തുടങ്ങിയതെന്ന് മനസ്സിലാക്കുമ്പോൾ ആറാട്ടുപുഴ ഭാരതം കണ്ട അതിശ്രേഷ്ഠനായ സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയുമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ബ്രഹ്മസമാജ സ്ഥാപിതമായ 1825 വേലായുധപ്പണിക്കർ ഭൂജാതനായി. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആയിരുന്നു. പ്രാർത്ഥനാ സമാജം തുടങ്ങിയത് 1867 ജസ്റ്റിസ് റാനഡയുടെ ജീവിതകാലം. മഹാത്മാ ജ്യോതിഫ ഫൂലെ സത്യശോധക് സമാജം 1873 സ്ഥാപിച്ചു. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം 1875 സ്ഥാപിച്ചു. ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് 1887 സ്ഥാപിതമായി. 1887 അബ്രാഹ്മണനായ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപം കൊണ്ടു. അവർണർക്ക് വേണ്ടി വേലായുധപ്പണിക്കർ ശിവക്ഷേത്രം സ്ഥാപിച്ചത് 1853 കഥകളി യോഗം രൂപീകരിച്ചത് 1861 വർഷങ്ങൾ സംഭവങ്ങളുടെ കണ്ണികളിൽ കോർത്തു നോക്കിയാൽ ബ്രഹ്മസമാജ സ്ഥാപനത്തിന് ശേഷം നടന്ന ആദ്യത്തെ ചരിത്ര സംഭവങ്ങളാണ് വേലായുധപ്പണിക്കരുടെ ശിവക്ഷേത്ര സ്ഥാപനവും കഥകളി യോഗ സ്ഥാപനവും. എന്നിട്ടും കേരള ചരിത്രത്തിൽ പോലും ഈ ധീരകേസരിയുടെ പേര് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. വടക്ക് നോക്കികളുടെ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ മതിയാവുമോ? എം ഗോവിന്ദന്റെ നിരീക്ഷണം ഈ അവസരത്തിൽ ഓർത്തുപോകുന്നു. യഥാർത്ഥത്തിൽ രാജാറാം മോഹൻ റോയിയുടെ പേരിന് താഴെ ഇന്ത്യ ചരിത്രത്തിൽ ചേർക്കേണ്ട പേര് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്നാകുന്നു. ക്ഷേത്രപ്രവേശന വിളംബരവും തീണ്ടൽ തൊടിയിൽ നിരോധനവും മറ്റും ചരിത്രരേഖകളായി. ഇതെല്ലാം ഉണ്ടാകുന്നതിന് എത്രയോ വർഷം മുമ്പ് അതിനു ഉള്ള പാത വെട്ടിത്തുറന്ന് രക്തസാക്ഷിത്വം വഹിച്ച ധീരനായ ചരിത്രപുരുഷൻ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇല്ല എന്നത് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്ന ഏതൊരു മനുഷ്യന്റെയും കണ്ണുകൾ ഈറനണിയിക്കും. ചാക്കാശ്ശേരി ഇട്ടിരവിപ്പണിക്കർ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ മുൻഗാമിയായിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ പേരിന് താഴെ വരേണ്ട പേർ ഇട്ടിരവിപ്പണിക്കർ എന്നല്ലേ? അതിന് താഴെ വരേണ്ട പേരാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ചാക്കാശ്ശേരി പണിക്കർ കഥകളി യോഗം ഉണ്ടാക്കാൻ ശ്രമിച്ചു. സവർണറുടെ എതിർപ്പ് മൂലം പരാജയപ്പെട്ടു പിൻവാങ്ങി. സവർണറുടെയും സർക്കാരിന്റെയും അനുവാദത്തിന് കാത്തിരിക്കാതെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ശിവക്ഷേത്രം സ്ഥാപിച്ചു. ഈഴവന്റെ നഷ്ടപ്പെട്ട അവകാശം വീണ്ടെടുത്തു. ഇവ രണ്ടും സംഭവിച്ചത് ഏതാണ്ട് ഒരേ കാലത്തായിരുന്നു. 19ാം ശതകത്തിന്റെ മധ്യകാലത്ത് 1855 ആണ്ടിനോടടുപ്പിച്ച് ചാക്കാശ്ശേരിയുടെ പരാജയ വിവരം വേലായുധപ്പണിക്കർ അറിഞ്ഞു. മുറപ്രകാരം കഥകളി പഠിച്ച് വേഷം കെട്ടിയാടാൻ അവർണർക്കും അവകാശമുണ്ട്. അത് സ്ഥാപിക്കണം എന്ന് പണിക്കർ തീരുമാനിച്ചു. കഥകളി ക്ഷേത്രകലയായിട്ടാണ് വളർന്നിട്ടുള്ളത്. മംഗലത്തെ ക്ഷേത്രം വകയായി ഒരു കഥകളി യോഗം ഉണ്ടാക്കുന്നതിന് ശ്രമമായി. അമ്പലപ്പുഴ മാധവക്കുറുപ്പ് എന്ന ഒരു കഥകളി വിദഗ്ധനെ വരുത്തി മംഗലത്തും അടുത്ത സ്ഥലങ്ങളിലുമുള്ള ഈഴവരെ ചേർത്ത് വേലായുധപ്പണിക്കരുടെ ഭവനമായ കല്ലിശ്ശേരിയിലുണ്ടായിരുന്ന കളരിയിൽ കച്ചകെട്ട് നടത്തിച്ചു. ഈരയ്ക്കടുത്ത് കൊച്ചുകുഞ്ഞ്, പുളിമൂട്ടിൽ വെളുത്ത കുഞ്ഞ്, കുന്നത്ത് പണിക്കർ എന്നിവർ ആ കളരിയിൽ ആദ്യം പഠിച്ച പ്രസിദ്ധരായവരിൽ ഉൾപ്പെടുന്നു. വേലായുധപ്പണിക്കരുടെ 7 പുത്രന്മാരിൽ 4 പേരെയും ക്രമേണ കഥകളി പരിശീലിപ്പിച്ചു. കഥകളി വേഷം കെട്ടാനും ആടാനും ഈഴവന് അവകാശമില്ലെന്നും അതുകൊണ്ട് വേലായുധപ്പണിക്കർ കഥകളി നടത്തുന്നതിനെ തടയണമെന്നും മധ്യ തിരുവിതാംകൂറിലെ നായന്മാർ ദിവാൻജിക്ക് ഹർജി സമർപ്പിച്ചു. ചാക്കാശ്ശേരിക്കാരെ നേരിട്ട് എതിർത്തു. തോൽപ്പിക്കാൻ സവർണർക്ക് സാധിച്ചു. അതുപോലെ നേരിടാൻ തക്ക ആളല്ല വേലായുധപ്പണിക്കർ എന്നറിയാമെന്നത് കൊണ്ടാണ് അവർ സർക്കാരിനെ അഭയം പ്രാപിച്ചത്.